വീണ്ടും ഇസ്രായേലിന്റെ അതിർത്തിയിൽ രക്തച്ചൊരിച്ചിൽ. സമാധാന കരാറുകൾ കടലാസിൽ മാത്രം ഒതുങ്ങുമ്പോൾ ലെബനൻ സിറിയ അതിർത്തിയിൽ ഇസ്രായേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ പൊലിഞ്ഞത് 4 ജീവനുകൾ. വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും മേഖലയിൽ യുദ്ധഭീതി ഒഴിയുന്നില്ല. സംഭവം നടന്നത് ലെബനൻ സിറിയ അതിർത്തിയിലെ മജ്ദൽ അജ്ഞാർ മേഖലയിലാണ്. തിങ്കളാഴ്ച പുലർച്ചെ ഒരു വാഹനത്തിന് നേരെ ഇസ്രായേൽ സൈന്യം നടത്തിയ ഡ്രോൺ ആക്രമണത്തിലാണ് 4 പേർ കൊല്ലപ്പെട്ടത്. ലെബനൻ ആരോഗ്യ മന്ത്രാലയം മരണസംഖ്യ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. കൊല്ലപ്പെട്ടവരിൽ സിറിയൻ പൗരനായ ഖാലിദ് മുഹമ്മദ് അൽ അഹമ്മദും ഉൾപ്പെടുന്നു. ലെബനനിലെ പലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് പ്രവർത്തകരെ ലക്ഷ്യമിട്ടിട്ടാണ് ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ അവകാശവാദം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്നാൽ നിലവിലെ സാഹചര്യമാണ്. 2024 ഹിസ്ബുള്ളയുമായുള്ള യുദ്ധത്തിന് ശേഷം ഒരു വെടിനിർത്തൽ കരാർ നിലവിലുണ്ട്. എന്നിട്ടും ഇസ്രയേൽ ലെബനനിൽ ഇത്തരം ടാർഗറ്റ് അറ്റാക്കുകൾ തുടരുകയാണ്. അത് എന്തിനാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം വെടിനിർത്തലിന് ശേഷം മാത്രം ഏകദേശം 400 പേർ കൊല്ലപ്പെട്ടതായാണ് ലെബനൻ സുരക്ഷാ വൃത്തങ്ങളുടെ കണക്ക്. കാരണം അവർ ഹിസ്ബുള്ളയെ മാത്രമല്ല ഹമാസിനെയും ഇസ്ലാമിക് ജിഹാദിനെയും ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തുന്ന ഈ ഒരു നീക്കങ്ങൾ മേഖലയെ വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് തള്ളിവിടാൻ സാധ്യതയുണ്ട്. കാരണം ഒരു ആയുധങ്ങൾ സമാഹരിക്കുന്നു എന്നൊരു തെളിവ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഹിസ്ബുള്ളയെ നിരായുധീകരിക്കുക എന്നൊരു ലക്ഷ്യം പൂർത്തിയാകുന്നത് വരെ ഇസ്രായേൽ ഈ ഒരു ആക്രമണം തുടരും എന്ന് തന്നെയാണ് അവരുടെ ഒരു പക്ഷം. ഈ സംഘർഷത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. 1967 മിഡിൽ ഈസ്റ്റ് യുദ്ധം മുതൽ ഇസ്രയേൽ കൈവശപ്പെടുത്തിയ പ്രദേശങ്ങളെ ചൊല്ലിയും പലസ്തീൻ അഭയാർത്ഥികളുടെ അവകാശങ്ങളെ ചൊല്ലിയും തർക്കങ്ങൾ ഇന്നും തുടരുന്നുണ്ട് എന്ന് നമുക്കറിയാം. ബ്രിട്ടീഷ് ഭരണകാലം മുതൽ തുടങ്ങിയ ഈ സംഘർഷം 1948 ഇസ്രയേൽ എന്ന രാജ്യം രൂപീകരിച്ചതോടെ കൂടുതൽ സങ്കീർണമായി മാറി. അന്താരാഷ്ട്ര തലത്തിൽ ദ്വിരാഷ്ട്ര പരിഹാരം എന്ന ആശയം ചർച്ചയിലുണ്ടെങ്കിലും അതിർത്തി തർക്കങ്ങളും ജൂത കുടിയേറ്റങ്ങളും പ്രശ്നങ്ങളെ കെട്ടടങ്ങാൻ അനുവദിക്കുന്നില്ല എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. ചുരുക്കത്തിൽ വെടിനിർത്തൽ കരാറുകൾക്ക് മുകളിൽ വീണ്ടും വെടിയൊച്ചകൾ മുഴങ്ങുകയാണ്. ഗാസ യുദ്ധത്തിന്റെ അലയൊലികൾ അവസാനിക്കും മുൻപേ തന്നെ ലെബനനിലും സിറിയയിലുമായി പടരുന്ന ഈ തീപ്പൊരി മധ്യപൂർവേഷ്യയെ വീണ്ടും ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് നയിക്കുമോ എന്ന് കണ്ടു തന്നെ അറിയണം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.